വേണമിനിയുമാവോളം വൈവിധ്യമൊക്കെയും വളരണം മണ്ണിലവോളം വിത്തുകൾ കവർന്നെടുക്കില്ല. ഞാനീ മണ്ണും മരവും ശ്വാസവും വെള്ളവും ജൈവ വൈവിധ്യവും. പൂവുണ്ടെങ്കിൽ ആര് വരും? ആര് വരും? ആ, പൂമ്പാറ്റ വരും അല്ലേ? എല്ലാവരും പൂമ്പാറ്റേനെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടല്ലേ? എങ്ങനെ പൂമ്പാറ്റ ഉണ്ടാവുന്നത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഇല്ല അല്ലേ? എങ്ങനെയാ? ആ സാനോട്ടും പറയും, സന്മയ് പറയും. സന്മയ് അത് ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ട് അല്ലേ? അങ്കണവാടി പോകുന്ന സമയത്ത് സന്മയ് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞോ പറഞ്ഞോ. പൂമ്പാറ്റേന ഉണ്ടാവുന്നത് കണ്ടിട്ടില്ലേ? എത്ര പൂമ്പാറ്റേനെ കണ്ടിരുന്നു? കുറേ കണ്ടിട്ടുണ്ട് അല്ലേ? ആ, സാനൂട്ടിൻ്റെ അച്ഛനല്ലേ ഞാൻ? ആണാ? അത് നിങ്ങൾക്ക് അറിയാം അല്ലേ? നിങ്ങൾക്ക് അറിയാം അല്ലേ? ബട്ടർഫ്ലൈ ഇത് ചെറിയ പാപ്പാത്തി എന്ന് പറയും. വെള്ളപ്പാപ്പാത്തി. എന്നാ വെള്ളപ്പാപ്പാത്തി നിലം തൊട്ടിട്ടേ പറക്കും. നിലം തൊട്ട് പറക്കുന്ന ചെറിയ പൂമ്പാറ്റ, വെളുത്ത പൂമ്പാറ്റ. വേറൊന്നും കൂടെ കാണാം, മഞ്ഞ പൂമ്പാറ്റ. കാണലില്ല? മഞ്ഞ നിറത്തിൽ കാണലില്ല? ആ, അതിനെ മഞ്ഞപ്പാപ്പാത്തി എന്ന് പറയും. വെള്ളപ്പാപ്പാത്തിയും മഞ്ഞപ്പാപ്പാത്തിയും നിലം തൊട്ട് ഈ രണ്ടെണ്ണം വീതം ഇങ്ങനെ കാണാം. അപ്പോൾ പൂക്കളുണ്ടെങ്കിൽ ആര് വരും? ആ, പൂമ്പാറ്റ വരും. ഇനി ഇയാളെ നോക്കി ചുവന്ന പൂ കണ്ട, അതിൻ്റെ പേരാണ് കൃഷ്ണകിരീടം എന്ന് പറയും നമ്മുടെ നാട്ടിൽ. എന്താ പറയും? ആ, അല്ലെങ്കിൽ ഹനുമാൻ കിരീടം എന്നും പറയും കുറേ ആൾ. നിങ്ങളുടെ പുസ്തകത്തിൽ പഗോഡ ഫ്ലവർ എന്ന് കാണാം. പഗോഡ ഫ്ലവർ നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. 32ാമത്തെ പേജ് എടുക്കണത്രേ. EVS ഉണ്ട്. ഇപ്പോൾ എടുക്കണ്ട, ഇപ്പം ആരും നോക്കണ്ട, പിന്നീട് നോക്കിയാൽ മതി പോയിട്ട് കേട്ടാ. നിങ്ങളുടെ EVS 3ാം ക്ലാസ്സിൽ EVS 2ാമത്തെ ചാപ്റ്ററിൽ പൂമ്പാറ്റ എങ്ങനെ ഉണ്ടാവുന്നത് കണ്ടു. ഓർത്തോ? മെടുക്കന്മാർ പുസ്തകം എടുത്തണല്ലേ? അത് അവിടെ നാട്ടുറോസിൻ്റെ ചിത്രവും കൃഷ്ണശലഭത്തിൻ്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടാ പൂമ്പാറ്റയുടെ ജീവിത ചിത്രമൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. കണ്ടാ? ഇപ്പോൾ മനസ്സിലായില്ലേ? 32ാമത്തെ പേജ് അന്ന് മനസ്സിലായില്ലേ? ആ പേജിൽ എന്തുണ്ട്? EVS പൂമ്പാറ്റ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് നേരിട്ട് കാണണ്ടേ? നേരിട്ട് കാണാനാണ് വന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെടി കണ്ടോ? ഈ ചെടിക്ക് ഒരു ഇലയും ഇല്ല. കണ്ടോ? ഇലയുണ്ടോ? ആരാ ഈ ഇലയെല്ലാം കൊണ്ടുപോയത്? പുഴുവ കൊണ്ടുപോയത്. പുഴുവ എങ്ങനെ ഉണ്ടായത്? പുഴു എങ്ങനെ ഉണ്ടായത്? ആദ്യം ഇല തിന്നിട്ട് പൂമ്പാറ്റയായി മാറും. ഇല തിന്നണമെങ്കിൽ ആരാവണം? പൂമ്പാറ്റ ആവണ്ടേ? പുഴു ഏതിൽ നിന്നാണ് ഉണ്ടായത്? മുട്ടയിൽ നിന്ന്. അപ്പോൾ ആരോ മുട്ടയിട്ടുണ്ടാവും അല്ലേ? മറ്റൊരു പൂമ്പാറ്റ മുട്ടയിട്ടിട്ടുണ്ട് ഇലയിൽ. ആ മുട്ട വളർന്നുണ്ടായി പുഴുവായി. മുട്ട വളർന്നിട്ട് എന്തായി? പുഴുവായി. ഒരുപാട് മുട്ടയിടും. വെളുത്ത മുട്ടയാണ് അതിനകത്ത് കാണാൻ പറ്റും. ആ സന്നമുക്കി എന്ന് പറയാം ചീരയുടെ പേര്. ആ ചെടിയുടെ പേരെന്താ മോനെ പറയാം? ആ ചെടിയുടെ പേരെന്താ അറിയോ? സന്നമുക്കി. എന്താ? സന്നമുക്കി ചീര. കറി വെക്കുന്ന ഇലയാണ്. അപ്പോൾ ആ ഇലയിൽ ആര് വന്ന് മുട്ടയിടും? തകരമുത്തി എന്ന് പറയുന്ന പൂമ്പാറ്റ വന്നിട്ട് അതിൽ മുട്ടയിടും. വെള്ളയും പച്ചയും കലർന്ന ഒരുതരം പൂമ്പാറ്റയാണ് തകരമുത്തി. തകര ചെടിയിലെല്ലാം മുട്ടയിട്ട് വളരുന്ന പൂമ്പാറ്റ നമുക്ക് ചിലപ്പോൾ സമയത്ത് ഇവിടെ കാണാൻ പറ്റും, വെളുത്തിങ്ങനെ പറക്കുന്നത്. ഈ ചെടിയിൽ ഈ പഗോഡ ചെടി ഞാൻ പറഞ്ഞില്ല നേരത്തെ, എൻ്റെ പേരെന്താ പറഞ്ഞേ? അതെ, പഗോഡ ഫ്ലവർ അല്ലെങ്കിൽ മലയാളത്തിൽ ഹനുമാൻ കിരീടം അല്ലെങ്കിൽ കൃഷ്ണകിരീടം അല്ലേ? അതാണ് നമ്മുടെ നാട്ടിൻപുറത്തുള്ള പേര്. ഒരു കാട്ടുപൂവാണ്. കാട്ടുപൂവിനെ മാഷ് പിടിച്ചിട്ട് നാട്ടുപൂവാക്കി. ഒരുപാട് വളർന്ന കാടാവും, പക്ഷെ മാഷെന്ത് ചെയ്യും? അതിനെ നിയന്ത്രിക്കും. വേര് പൊട്ടി പുതിയ ചെടികളുണ്ടാവും. അധികം ചെടി ഉണ്ടാവും വിടാറില്ല, കാരണം കാടായി മാറില്ലേ? ആവില്ലേ? അപ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ? അതിലൊരുപാട് തേനുണ്ട്. ആ പൂക്കളിൽ എന്തുണ്ട്? ഒരുപാട് തേനുണ്ട്, പൂന്തേനുണ്ട്. അത് കുടിക്കാൻ ആര് വരും?
ആ പൂമ്പാറ്റ വരും. പൂവിനപ്പോൾ ഭയങ്കര ഇഷ്ടമാവും. പൂവിന് ഭയങ്കര ഇഷ്ടമാവും. എൻ്റെ തേൻ കുടിക്കാൻ ആര് വരും? പൂമ്പാറ്റ വരും അല്ലേ? ധാരാളം പൂമ്പാറ്റകൾ വരും. ഇവിടെ ഒരു വെളുത്ത പൂ കണ്ടോ നിങ്ങൾ? ഇതിൻ്റെ പേരറിയാം എനിക്ക്? റെയിൻ ലില്ലി. റെയിൻ ലില്ലി, മഴക്കാലത്ത് ഉണ്ടാവുന്ന റെയിൻ ലില്ലിയാണിത്. ഇത് അങ്ങനെ വ്യത്യസ്ത കളറുണ്ട് ഇവിടെ. ഓക്കെ വാ. ആ ആ ഇതാ നോക്ക്, ഇതിൻ്റെ പേരാണ് വിഷനാരായണ പച്ച. ഔഷധമാണ് വിഷനാരായണ പച്ച. ക്രീപ്പറാണ്, വള്ളിച്ചെടിയാണ്. ക്രീപ്പർ, വള്ളിച്ചെടി. ക്രീപ്പർ, ആ വള്ളിച്ചെടി കണ്ടാ. അതുപോലെ തന്നെ വാ, വേറെ ഔഷധ ചെടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം കണ്ടോ, ഇതൊരു ഔഷധ ചെടിയാണ്. കണ്ടോ, ഇതെവിടെ കണ്ടോ? അതാ പാപ്പാത്തി കണ്ടാ. ഇതാ പാപ്പാത്തി, ഇതാ വെള്ളപ്പാപ്പാത്തി കണ്ടാ, പറക്കുന്നുണ്ടാ? ആ അതാണ് വെള്ളപ്പാപ്പാത്തി. ഇതാ ഒരു ഔഷധ ചെടിയാണ്. ഇതിൻ്റെ പേര് കച്ചോലം എന്ന് പറയും. മണമുണ്ടാ? നല്ല മണമുണ്ടാ? മണത്ത് നോക്കിയാനോ ഒരാളും? മണമുണ്ടാ? ആ ഇതൊരു ഔഷധ ചെടിയാണ്. എന്ത് വിളിക്കാം? ആ കച്ചോലം. എന്താ? കച്ചോലം. അതിൻ്റെ കിഴങ്ങാണ് വളരുക. എന്താ വളരുക? കിഴങ്ങ്. കിഴങ്ങ് വളരുന്നവയുണ്ട് അല്ലേ? മുളക്കുന്നവയില്ലേ? തണ്ട് മുളക്കുന്നവയില്ലേ? ഇല്ലേ? വിത്ത് മുളക്കുന്നവയില്ലേ? കിഴങ്ങ് മുളക്കുന്നവ ഏതെല്ലാം? ചേന, ഉരുളക്കിഴങ്ങ് അല്ലേ? അല്ലേ? ആണോ? ആണോ? ആ മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങിൻ്റെ ഇംഗ്ലീഷിലെ പേരെന്താ? സ്വീറ്റ് പൊട്ടറ്റോ. സ്വീറ്റ് പൊട്ടറ്റോ അല്ലേ? ആ അപ്പോൾ കിഴങ്ങ്, കിഴങ്ങിൽ നിന്ന് തൈ ഉണ്ടാവും പുതിയത്, തണ്ടിൽ നിന്നുണ്ടാവും, വിത്തിൽ നിന്നുണ്ടാവും. അപ്പോൾ ഈ ചില ചെടികൾ അന്വേഷിച്ചിട്ട് ആര് വരും? പൂമ്പാറ്റ വരുന്നത്. ഈ ചെടീനെല്ലാം പൂമ്പാറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ പേരെന്താ അറിയാം? പനിക്കൂർക്ക. നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. എന്നാ പനി മാറുന്ന കൂർക്കയല്ല, കഫക്കെട്ട് വന്നാൽ അമ്മ എന്ത് ചെയ്തെന്ന് അറിയാം? തേനിൽ ഇതിൻ്റെ നീരാക്കിയിട്ട് കുടിക്കാൻ തരും. ചുമയില. ആ അതിൻ്റെ വേറെ വെറൈറ്റിയാണ് ഇയാൾ ചുവന്നത്, അയാൾ വെള്ള, ഇത് ചുവന്നത്. അതിൻ്റെ വേറെ ഓർണമെൻ്റൽ ടൈപ്പാണ് ഈ സാധനം. ഇതണ്ട 3 തരം പനിക്കൂർക്ക ഉണ്ടാ. ഇത് ഒന്നിതാ. ഇത് നല്ല ചുമ വന്നാൽ തീരങ്ങ് മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭൂമിയിൽ നമുക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരാ? ഈ പ്രകൃതി തന്നെ നമുക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മരുന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കാഴ്ചകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഈ കണ്ണുകൊണ്ട് നന്നായി കാണുന്നവർക്കെല്ലാം എന്തുണ്ട്? എല്ലാ സൗന്ദര്യവും ഈ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നന്നായി പരിപാലിച്ചാൽ വീട്ടുമുറ്റത്തെല്ലാം ആര് വരും? എല്ലാ ജീവജാലങ്ങളും വരും. അവരെ ദ്രോഹിക്കാൻ പാടുണ്ടോ? പാടില്ല. അവർ വന്ന് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വെച്ച് അവരെന്ത് ചെയ്യും? തിരിച്ചോട്. പൂമ്പാറ്റനെ പിടിക്കാൻ പാടില്ല. ഏറ്റവും വലിയ പൂമ്പാറ്റ ഏതാ? ഏറ്റവും വലിയ പൂമ്പാറ്റ, വലിയ പൂമ്പാറ്റ ഏതാ? വലിയ പൂമ്പാറ്റ അറിയോ? അറ്റ്ലസ് മോത്ത് എന്നാണ് പറയുക. സൈലന്റ് വാലി കാടുകളിൽ കാണുന്ന അറ്റ്ലസ് മോത്താണ് ഏറ്റവും വലിയ പൂമ്പാറ്റ, അല്ലെങ്കിൽ ഗരുഡശലഭം. ഇത് വിളിക്കോ? ഗരുഡശലഭം. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഈ കറിവേപ്പിലില്ലേ? നിങ്ങൾ കറിവേപ്പിലയുടെ മുകളിലേക്ക് ചില പൂമ്പാറ്റകൾ വരും നോക്കാം. ചുവപ്പും കറുപ്പൊക്കെ നിറമുള്ള ചില പൂമ്പാറ്റ, നാട്ടു റോസ് പോലെ നിങ്ങളുടെ പുസ്തകത്തിലുണ്ടത്. കറിവേപ്പില, പനിക്കൂർക്ക അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു സന്നമുക്കി. ഇതിലെല്ലാം മുട്ടയിടും ചില പൂമ്പാറ്റകൾ. നാരകക്കാളി എന്നൊക്കെ. നാരകമില്ലേ? നാരകം, ചെറുനാരകവും. അതുപോലെ തന്നെ വേറെ ഏത് നാരകം? വടുവപ്പുളി എന്ന് പറഞ്ഞ നാരകമില്ലേ? ഇതിൻ്റെ ഒക്കെ ഇലയിൽ ആര് മുട്ടയിടും? അങ്ങനെ കാണുന്ന മുട്ടകൾ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്ക്, മാഷ് നോക്കണം. അങ്ങനെ കാണുന്ന ഇലയോടെ തണ്ടോടെ എന്ത് ചെയ്യാം? നമുക്ക് പൂമ്പാറ്റയുടെ ജീവിത ചക്രം കാണണമെങ്കിൽ ഇതുപോലൊരു കുപ്പിയിൽ അതിൻ്റെ തണ്ടോടെ അതിൻ്റെ ഭക്ഷണത്തോടെ കൊണ്ടാക്കുക. കണ്ടാ? കണ്ടാ? മുട്ടയിട്ട് ആ ചെടി ഇതുപോലെ അതിൽ നിന്ന് മുട്ട വളർന്നിട്ട് പുഴു ഉണ്ടായി. ഇപ്പൊ അത് പ്യൂപ്പ ഘട്ടത്തിലെത്തി. 3 പ്യൂപ്പേനെ കാണാം നിങ്ങൾക്ക് അതിൽ. കണ്ടോ? ഇവിടെ നോക്കിയതാ. ഇതൊരു അനക്കി കൂടാ അധികം. ഇതൊരു അതിൽ നിന്ന് അനങ്ങുന്നുണ്ട്, ജീവനുണ്ട്. 2
3 കണ്ട 3 പ്യൂപ്പകളെ കാണാം അതില്. ഓരോരാളെ കാണിച്ചു തരാം. കണ്ടോ ഇതാ ഇത് കണ്ടോ പ്യൂപ്പ ഇടാ ഒന്നുണ്ട്. ഇതാ അപ്പൊ അതിന്റെ പുഴു എങ്ങനെയാണെന്നറിയോ? നല്ല പച്ച നിറം. പുഴുവിന്റെ നിറം ഇങ്ങനെ നല്ല പച്ച നിറം, വശങ്ങളിൽ ഇങ്ങനെ കറുപ്പ് ലൈൻ ഉണ്ടാവും. തള്ളല്ലേ തൊടാൻ പാടില്ല, പൊട്ടി വീണു പോകാണ്ട് അതിന് ജീവൻ ഉണ്ടാവണ്ട. തൊട്ടൂടാ. കാരണം എന്താ പറയാ, ഇതിന്റെ ഉള്ളിലാണ് ഇപ്പൊ പുഴു ഇല്ലത്. നമ്മ നേരത്തെ പറഞ്ഞില്ല, ആദ്യം പുഴുവാന്നുണ്ടാവില്ല, മുട്ട വിരിഞ്ഞിട്ട് പുഴുവാവും. അതെ, അതിന്റെ ഉള്ളിൽ ജീവനുണ്ട്. പുഴു ഇതിന്റെ ഉള്ളിലായില്ലേ. ഇനി കുറെ കഴിയുമ്പോ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് വളർന്നിട്ട് എന്തായിട്ട് മാറും? പൂമ്പാറ്റയായിട്ട് മാറും. എന്നിട്ടാണ് പൂമ്പാറ്റ പുറത്തേക്ക് വല്ല അല്ലെ? അതെ അതെ, അത് പൂമ്പാറ്റ വരുന്നല്ല കാണാൻ. നമുക്ക് CCTV എല്ലാം വെച്ചാലുണ്ടല്ലോ, എങ്ങനെയാണ് അതിൽ പൊട്ടി വിരിയുന്ന നമുക്ക് നല്ല ഭംഗിയിൽ കാണാൻ പറ്റും, നല്ല ഫോണൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ 24 മണിക്കൂർ ഒബ്സർവ് ചെയ്യുന്ന ആര് വേണം? ഒരു ക്യാമറ വേണം അതിന്. മാഷെന്ന് ചെയ്തതിന് പറഞ്ഞാൽ ഈ മുട്ടയിട്ട സമയത്ത് ആ ചെടിയോട് എന്ത് ചെയ്തു, ഇതാ ഇതിന് പ്ലാസ്റ്റിക് കവർ കെട്ടി ഇതിന് ഇതാ ഹോൾസ് ആക്കിയിട്ട്. എന്തിനാ ഹോൾസ്? ഹോൾസ് എന്തിന്? അതിന് ശ്വാസം കിട്ടാൻ വേണ്ടി. നിങ്ങൾ കണ്ടോ ഇതിനാ പ്യൂപ്പേന? അവരെ പ്യൂപ്പേന ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. അങ്ങനെ കെട്ടിയിട്ടിലേക്ക് എന്തായിരിക്കും അവസ്ഥ? പുഴുവെല്ലാം പറന്നു. പിന്നെ വേറൊരാളുണ്ട്, ഇവിടെ കുറെ പക്ഷികൾ വരും. കണ്ട ആടി ഇരിക്കുന്നുണ്ടാ, വണ്ണാത്തിപ്പുള്ളി ഇരിക്കുന്നുണ്ടോ അവിടെ? എന്താ അയാള് വന്നിട്ട് ഇയാൾ ഓരോന്നും കൊത്തി കൊണ്ടുണ്ടോ. പ്യൂപ്പേനെ കണ്ടോ? പ്യൂപ്പ പുഴു അനങ്ങുന്നുണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന്. നോക്കിയാ ഇതാ 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 പച്ച നിറവില്ലേ? മാഷിന്റെ കൈ തന്നെ കുലുങ്ങുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ നിന്നാണ്ട് ആ പുഴു അനങ്ങുന്നുണ്ട്. ഒരു 20ഓളം പുഴുക്കൾ ഉണ്ടായിരുന്നു, കുറെ ആൾ ആ പക്ഷി കൊണ്ടുപോയി. അത് ഇങ്ങനെ പുഴുക്കൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ടെങ്കിൽ ചില സമയത്ത് എന്ത് ചെയ്യും, പക്ഷികൾ തിന്നും. ഇതാ കണ്ടോ പ്യൂപ്പേനെ കണ്ടോ? ഇതാ 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 ഈ പച്ച നിറത്തില് പുഴു അനങ്ങുന്നുണ്ട്.